ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എന്നെ കണ്ടത് ഇന്ന് ഷാജിസിലെ ആനുവൽ ഡേ ആണ്. അതുമാത്രമല്ല ഞങ്ങളുടെ ഫെയർവെല്ലും കൂടെ ഇതിൻ്റെ കൂടെ നടത്താമെന്ന് വല്യച്ഛൻ പറഞ്ഞ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും +2 എല്ലാവരും സാരി ആയിരുന്നു തീം. ഞാൻ പോകാൻ ഇപ്പം കൊണ്ട് അവിടെ വരെ ഇറക്കും. അവിടെ കൂട്ടുകാരിയുണ്ട്, കൂട്ടുകാരിയുടെ അച്ഛൻ കൊണ്ട് അവിടെ ഇറക്കും. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പൊക്കച്ചരിപ്പിടാ ഞാൻ പറഞ്ഞേ. ആ പാലം കണ്ട് ഇടിഞ്ഞു വീണ്. ബണ്ണങ്ങാനും എടുത്തിടുമുത്തേ നോയിക്കോണേ. ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞേ പോത്തോള്. ആ ഹെൽമെറ്റ് അങ്ങ് കൊടുക്കാൻ എന്താ അതൊന്നും കൊടു. ഇത് മൊത്തം താ ഇങ്ങനെ കൊടു. കൊച്ചിന് കൊള്ളാത്ത ഹെൽമെറ്റ് കൊടുത്തട്ടെ. ഇത് വേ പൊക്കച്ചെരിപ്പിടാ ഞാൻ പറഞ്ഞേ. എന്തോ പറയാനാ. മുടി പിടിച്ച് ഫ്രണ്ടിലോട്ട് ഇട്. കാറ്റ് സാരി പിടിച്ച് ഇങ്ങ് കറക്കി വൈ. ഇങ്ങോട്ട് അതാ സാരി പിടിച്ച് മറിച്ചിടാൻ പറഞ്ഞാ ഞാൻ. ഈ രണ്ടെണ്ണേ ഉള്ളു. കേറ് 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 കേറ്. ഇത് പിടിച്ച് പെയ്യടി പിന്നെ. ഞങ്ങളുടെ വീട്ടിൽ വന്ന് അനഘ ഒരുങ്ങാണ്. അനഘയുടെ അമ്മയാണ് ഒരുക്കുന്നത്. സുബലക്ഷ്മി വന്നു. ഹായ് സുബലക്ഷ്മി. സുബലക്ഷ്മി പച്ച, അവള് മറ്റേ വൈൻ കളർ, ഞാൻ കറുപ്പ്. ഇനിയും ഉണ്ട് വരാൻ അല്ല പടകള്. എൻ്റെ ലേഡീസ് എല്ലാരും കാണിച്ചു. എല്ലാരും നിക്ക് നോക്കട്ടെ. എല്ലാരും നിക്ക്. സാരി എടുത്ത് കാണട്ടെ. എല്ലാരും സാരിയാ. ഞങ്ങൾ എല്ലാരും സാരിയാ. അതാണ്ട് ഇവിടെ രണ്ടോമാരുണ്ട്. ഇവിടെ രണ്ടോമാരുണ്ട്. ഓടിയട്ടെ. ഇതെന്തോടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഉണ്ട് ചട്ടുട്ടേ ഇത്ര നാണിക്കാൻ നടക്കുന്നതാ. ഞങ്ങളാണ് ഡാൻസ് പാർ. നമ്മൾ ഇനി ഓഡിറ്റോറിയത്തിലോട്ട് പോവാ. 11 മണിക്ക് പരിപാടിയാണ്. എത്ര മണിയാടാ? 11:45. 11 മണിക്കാണ് പരിപാടി. അതൊക്കെ നമ്മൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേ. ഞങ്ങൾ പോയി വഴക്കേക്കട്ടെ. മറ്റേ പരിപാടി. ഇനിയുള്ളതെല്ലാം ഈ ഹൈസ്കൂളിൽ പ്രോഗ്രാം. ഒരു കാരണവശാലും ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. നമുക്ക് ഒരാൾക്ക് അധികം കൊടുക്കാം, ആവശ്യത്തിന് വാങ്ങിക്കുക, ആവശ്യമുള്ളതെല്ലാം കഴിച്ചോളാം. പക്ഷേ ഇത്ര നേരം ഞങ്ങള് വന്നപ്പോ ഒന്നും ഇവിടെ ഇല്ലായിരുന്നേ. ഇവിടെ സോപാനത്തിൽ വന്ന് എവിടെ വന്ന്
സോപാനത്തിൽ പിള്ളേരൊക്കെ ഒരുങ്ങുന്ന റൂമായത്. ഇവിടെ വന്ന് ആരൊരുങ്ങുന്നു? മീനാക്ഷിക്ക് വയ്യ കേട്ടോ. ജിമ്മിലൊക്കെ പോയി ശരീരവേദന. ഇതിനകത്ത് എന്തോ കുറയ്ക്കാനാ നോക്കേ. എന്റെ ഭരതനാട്യം ഇവിടെ അമ്മയുടെ മോഹിനിയാട്ടം, കൊച്ചുമോളുടെ കുച്ചിപ്പിടി കളിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ലായിരുന്നു. മീനാക്ഷിയുടെ കല്യാണത്തിന്റെ റിസപ്ഷന് നമ്മൾ ഡാൻസ് കളിക്കും കേട്ടോ. ഞാൻ കളിപ്പിക്കും. ചുരിദാറൊക്കെ ഇട്ട് കൊച്ചു പണി നടക്ക് വന്നേക്ക്. മാഡം ചുരിദാറിട്ട് പിള്ളേരെല്ലാം ഫുഡ് കഴിക്കാതിരിക്കേട്ടാ. അവളൊക്കെ എന്തിയേ മുത്ത്? മുത്തെന്തിയേ മുത്ത്? കഴിച്ചോ? അപ്പം ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് എൻ്റെ കയ്യിൽ ഫോൺ ഇല്ലായിരുന്നു, എൻ്റെ കയ്യിലേ അല്ലായിരുന്നു. അപ്പോൾ ആ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സാണ്. അതിൽ അമൃതയുടെ അനിയത്തിയാണ് ആ വാവ. അത് കഴിഞ്ഞ് മീനാക്ഷിയും അമ്മയും കൊച്ചുമോളും അമ്മയൊക്കെ ഒരുമിച്ചിരുന്ന് ഞാനൊക്കെ അങ്ങാണ്ടായിരുന്നു. പിന്നെ ഇത് ഷമീം സാർ എടുത്തു തന്ന വീഡിയോ ആണ് ഫുഡ് കഴിക്കുന്നതൊക്കെ. ഞങ്ങൾ ആദ്യം ബോയ്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗേൾസ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. ഈ സാരി ഉടുത്തേക്കുന്ന ടീംസ് എല്ലാം എൻ്റെ ക്ലാസ്സിലെ പിള്ളേരാണ്. പിന്നെ ഇതൊക്കെ 9, 8, 10, 5, 6, 7 എല്ലാം ഉണ്ട്. +1, +2 എല്ലാം ഉണ്ട്. കിട്ടിയ സീറ്റിലൊക്കെ കയറിയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് തുടങ്ങി ഞങ്ങളെല്ലാവരും. നോക്കി കയ്യാണ് കേട്ടോ. മതിയായില്ലേ? ഒരു ദിവസം 10 വട്ടമെങ്കിലും വിളിക്കും, എന്നിട്ടും തീർന്നില്ല കഥകൾ. സഹോദര സ്നേഹം. ബിച്ചോൺ എന്താ പറ്റിയുടെ? ബിച്ചോണ്ണ പെടലിക്ക് എന്താ പറ്റി? അത് ഞാൻ ഇന്നേ ഒരു 100 കിലോയുടെ Putri, baca, 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 baca,
ഇതും ഞങ്ങളുടെ ക്ലാസ്സിലെ +2 ഗേൾസ് എല്ലാവരും ഒന്നുമില്ല, 10-12 പേര് ചേർന്ന് കളിച്ച ഡാൻസാണ്. എന്നാലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിപ്രായം ഈ ഡാൻസിനായിരുന്നു. കാരണം ഗേൾസ് എല്ലാവരും കൂടെ കളിച്ച ഡാൻസിനായിരുന്നു. ഞങ്ങളെല്ലാം ഒരു 10 പാട്ട് കണ്ടെടുത്തിട്ടുണ്ട്. എല്ലാ പാട്ടിലും നടുക്ക് ഓരോരുത്തർ നിർത്തി കളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും നല്ല കറക്റ്റ് സിങ്കോടെ കളിച്ച് വന്നൊരു പാട്ടായത്. അതുകൊണ്ട് എല്ലാവരും ഈ ഡാൻസിന് നല്ല അഭിപ്രായം പറഞ്ഞ്. ഞങ്ങളുടെ ബയോളജി സാറാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞത്. പക്ഷെ എല്ലാവർക്കും ഈ ഡാൻസ് നമ്മൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഞാൻ തലയിറങ്ങി വീഴും. കാരണം എനിക്ക് ശ്വാസം മുട്ടി, ആകെപ്പാടി ഞാൻ കുഴഞ്ഞ്. ഒന്നാമത് സാരിയും കൂടെ ഒക്കെ ഉടുത്ത് മുടിയും എല്ലാം അഴിച്ചിട്ടാണ് കളിച്ചത്. പക്ഷെ കുഴപ്പമില്ല, അത് നല്ല രീതിയിൽ കളിച്ച് ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് കളിച്ച് പിന്നെയും തിരിച്ച് കയറിപ്പോയി. അങ്ങനെ കളിച്ച് അടിച്ച് പൊളിച്ച് ഞങ്ങളെ പരിപാടി. എനിക്കാണെങ്കിൽ എണീക്കാൻ ദേഹത്തൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ട്. കുറേ നാൾക്ക് ശേഷം ഒന്ന് എനർജി ആയിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് അങ്ങനെ +2 ട്യൂഷനിലെ പരിപാടി അടിച്ച് പൊളിച്ച്. ഇനി അവരുമായിട്ടൊരു പരിപാടി ഇല്ല, അതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഞങ്ങളെ ഡാൻസിന് ഇനിയും കുറേ ഡാൻസ് ഉണ്ട്. ഇത് +1 പിള്ളേരുടെ ഡാൻസായിരുന്നു. കോമഡി ആയിരുന്നു ഇവന്മാരുടെ ഡാൻസൊക്കെ. എല്ലാ ഡാൻസുകളും അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനി ഞങ്ങളുടെ ഡാൻസാണ്. ഇത് എൻട്രി സോങ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഗേൾസിൻ്റെ 3 പേരുടെ ഒരു ഡാൻസ്, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബോയ്സ്. അങ്ങനെയാണ്. ഞാൻ ഫുള്ളൊന്നും ഇട്ടിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തായിട്ടേക്കുന്നത്. കാരണം കോപ്പിറൈറ്റ് വരും ഫുള്ളിട്ടാൽ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തായിട്ട്. ഇതായിരുന്നു ആദ്യത്തെ ഡാൻസ്. ഇത് കഴിഞ്ഞ് ഇനി 3 ഡാൻസ് ഉണ്ട്. അപ്പം പൊസിഷൻ മാറി കളിക്കണം. എന്തായാലും ഇതിനൊന്നും ഞാൻ ഫുള്ളിടാത്തത് കോപ്പിറൈറ്റ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇടാത്തത്. അത് കഴിഞ്ഞ് അടുത്ത ഡാൻസാണ്. അത് കഴിഞ്ഞുള്ള പാട്ട് ഇതായിരുന്നു. നമ്മുടെ 1 2 3 4 അതായിരുന്നു. ഇതെല്ലാം ഞാൻ വെച്ച് ഞാൻ എല്ലാം മറന്നുപോയി. ഞാൻ കുളമാക്കി വെക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സ്റ്റേജിൽ കയറിയിരുന്നത്. എന്നാലും ഞാൻ ഇടയ്ക്ക് തെറ്റിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ മറ്റേ മനസ്സിലായോ പാട്ടായിരുന്നു. എല്ലാം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആരും എടുക്കാത്ത പാട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും എടുത്ത പാട്ട് കുറേ പാട്ടുണ്ട് എടുത്തതായിട്ടുള്ള. എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് സെറ്റായി. അടുത്ത പാട്ട് മറ്റേ തെലുങ്ക് പാട്ടായിരുന്നു. ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു. ഇതൊക്കെ ട്രെൻഡിങ് അല്ലേ നമ്മൾ പരിപാടികൾക്കൊക്കെ എടുക്കത്തുള്ളൂ. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം ഗൈസ്, ഈ ഡാൻസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡാൻസ് ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ ഈ പരിപാടിയുടെ രാവിലെയാണ് ഞങ്ങൾ പഠിക്കുന്നത് തന്നെ. അപ്പം ഞാനായിട്ട് പഠിക്കാത്ത സ്റ്റെപ്പൊക്കെ ഞാൻ കയ്യിൽ നിന്നിട്ട് കളിക്കുന്നുണ്ട്. അവരും അതിൻ്റെ കൂടെ കളിച്ചൊക്കെ വന്നിട്ടുണ്ട്. എന്താണേലും പരിപാടി നല്ല അടിപൊളിയായി. ഞങ്ങൾ ഡാൻസും അടിപൊളിയായി. ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടിനി ഫുള്ള് കോമഡിയാണ്. കാരണം ബോയ്സും കൂടെ ഉള്ള ഡാൻസ് ആയതുകൊണ്ട് ഫുൾ കോമഡിയാണ്. അവന്മാരാണെങ്കിൽ കളിക്കത്തുമില്ല, ചിരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഞാനാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിന്നാണ് ഫുള്ള് ഡാൻസ് കളിച്ചത്. കാരണം അർജുനായിരുന്നു എൻ്റെ പേര്. അവനാണെങ്കിൽ തെറ്റിക്കും പറഞ്ഞാന്ന് പറഞ്ഞുള്ള രീതിയിൽ. പിന്നെ ഞാൻ നിന്ന് പറയും, അവൻ കളിക്കും. എല്ലാവർക്കും കേൾക്കേണ്ട രീതിയിൽ പറഞ്ഞാൽ കളിച്ചത്. എന്നാലും അവന്മാർ തെറ്റിക്കാതെ കളിച്ച്, പക്ഷെ വലിയ ആടിയൊന്നും കളിച്ചില്ല. തെറ്റിക്കാതെ എന്തായാലും കളിച്ച് തന്നിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യം. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഞങ്ങളുടെ ഡാൻസിന്. അത് ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ +10 ജയിച്ച പിള്ളേരുടെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അവരെ സ്വീകരണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഷാജി സ്വിനസിന്റെ എല്ലാമായ ശ്രീ അനിൽകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്.
പരിപാടിയെല്ലാം കണ്ട് കുഴഞ്ഞ് മീനാക്ഷി പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് കിടന്നുറങ്ങി. ഞാനും ആ സൈഡിലൊക്കെ കിടന്നുറങ്ങുമായിരുന്നു. ചീച്ചിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു ചെമ്പ് ബിരിയാണിയൊക്കെ തിന്ന ഞങ്ങളുടെ ഷായി സാറ് എന്നെയും പഠിപ്പിച്ചതാട്ടാ. ഫോട്ടോഷൂട്ട് മീനാക്ഷി ഫോട്ടോ ഒക്കെ എടുക്കുന്നു. സാറുമാരെല്ലാം അവിടെ പ്രസംഗിച്ച് തട്ടുന്ന, ഇവിടെ സാറുമാര് നോണ പറയുന്നു. ഞങ്ങള് റോഡിൽ പിള്ളേരെല്ലാം റോഡിലോട്ട് പോയി എന്ന് പറയാൻ പറഞ്ഞല്ലേ. റോഡൊക്കെ കാണിച്ച് നിങ്ങൾ എന്ത് ഡ്രസ് കോഡായിരുന്നു ഇന്ന്? പിന്നെ വന്നപ്പോ അതുപോലെ ആയി. ആന്നാ ഏകദേശം അല്ല കണക്ക്. ചേച്ചി എന്താ അമ്മയുടെ അതിലെ അനിയത്തി കൊല്ലാൻ ശ്രമിച്ചു. ആ കഥ പറഞ്ഞോണ്ടിരുന്ന ചേച്ചിയെ തള്ളിയിടാൻ വായിക്കുന്നു. എന്റെ ചേച്ചി എന്ന് പറഞ്ഞോണ്ട് നടന്നൊരു അനിയത്തി തന്നെ അല്ലേ? പേരെന്തുവായിരുന്നു? ഹിന്ദു കൊട്ടേഷൻ ഏറ്റെടുത്ത് ഇങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇത് ഞങ്ങൾ വിചാരിക്കും ബാക്കി വന്ന ബിരിയാണിയാണ്. പക്ഷെ ബിരിയാണി ഒന്നും അല്ല ഇത്. ഇതെന്ത് കേട്ടത്? ആണോ? പൈസയാണ്. മരുന്നുണ്ട്, ക്യാഷ് ഉണ്ട്, പിന്നെന്തുണ്ട്? കേക്ക് വല്ല അധികം ഉണ്ടോ? പാടേ വാ. നോക്ക്, ഫോട്ടോഷൂട്ട് ഇതുവരെയും കഴിഞ്ഞില്ല. മുത്തേ വീട്ടിൽ പോണ്ടേ? നേരം വെളുത്ത് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. വാ വാ. ദോ ആ മുടിയിലെല്ലാം കരിയില്ല. എന്തോ ഇത്? പരിപാടിയെല്ലാം കഴിഞ്ഞ് ക്ഷീണം ആയിട്ടില്ല, പക്ഷെ കാലുവേദന ഉണ്ട്. കാലിൻ്റെ അടി പൊട്ടി ഗൈസ്. ആ കുഞ്ഞു വിരലിൻ്റെ അടി ഇങ്ങനെ കീറി അവിടെ പൊട്ടുകയും ചെയ്തു. അതിൻ്റെ വേദനയുണ്ട്. ഇനിയിപ്പോൾ പോയി റെസ്റ്റ് എടുത്തിട്ട് നാളെ ഞങ്ങളുടെ കസിൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ അതുണ്ട്. എല്ലാം അടുപ്പിച്ച് വന്ന്. അപ്പം ഇനി അവിടെ അമ്മച്ചി പോകുന്നു. അമ്മ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും മേടിച്ച അമ്മ ഒന്ന്. എന്തുവാ അമ്മ? അമ്മ ഇങ്ങനെ കറി വരാം. പൂവും കൂടെ മേടിച്ച് നോക്കും. ദാഹിക്കുന്നു. അമ്മയെ കൊണ്ട് തന്നെ കെട്ടിട്ട് കുടിക്കാൻ ജ്യൂസ് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത് ഞങ്ങൾ. പിന്നെ നാളത്തേക്ക് സ്ലൈഡും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോയി. ഞാൻ വന്നെല്ലാം അഴിച്ച് കളഞ്ഞിന് എനിക്ക് മുഖം കഴുകണം. ഇവിടെ ദാണ്ട് സംഗീതമുണ്ട്. സംഗീത ഇരുന്നൊക്കെ ഉറങ്ങുന്ന ഇരുന്ന് ഇറങ്ങുന്ന വീഡിയോ കണ്ട്. അതുകൊണ്ട് അമ്മു ഡാൻസിന്റെ വീഡിയോ ഒക്കെ കണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ചിരിക്കാൻ ഉണ്ടായിരുന്നല്ലേ? ഫോട്ടോസും എല്ലാം കണ്ട്. അമ്മയും ഫ്രഷായി. അപ്പോൾ ഗൈസ്, ഈ ഒരു ആനുവൽ ഡേയിലെ ഫെയർവെൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എൻഗേജ്മെൻറ്റ് വ്ളോഗുമായിട്ട് നാളെ വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.